നമസ്കാരം, വി ഡി ബിൻഡോയാണ്. സഹകളെ, ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടണമെങ്കിൽ ഒരു പെണ്ണ് കേസോ ഗർഭക്കേസോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല എന്നൊരു ധാരണയുണ്ടോ? നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇതാണോ നിങ്ങളെ പഠിപ്പിക്കുന്നത്? ഞങ്ങൾ ആലോചിക്കുകയാണ്, എത്രയോ ജനകീയ പ്രശ്നങ്ങൾ ഈ കേരളത്തിൽ ചർച്ച ചെയ്യാൻ ബാക്കി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു വിഷയം എടുത്തിട്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. കേരളത്തിൽ യാതൊന്നും ചർച്ച ചെയ്യാനില്ലാതെ, ഒരു ഭരണ തുടർച്ചയെക്കുറിച്ച്, ഒരു കേരളത്തിൻ്റെ വികസന മേഖലയെക്കുറിച്ച് ഒന്നും ചർച്ച ചെയ്യാനില്ലാതെ അത്രമാത്രം ഒരു വിഷയ ദാരിദ്ര്യമാണോ ഇടതുപക്ഷം ഇന്ന് അഭികരിച്ചിരിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പൊതുജനം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ചോദ്യമാണ്. കേരളത്തിൽ സാർവത്രിക മേഖലകൾ തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിലെ പൊതുജനങ്ങൾ ജീവിക്കണമോ മരിക്കണമോ എന്നറിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വികസനത്തിൻ്റെതായ യാതൊരു വിഷയവും പറയാനില്ലാത്ത സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ വലതുകാലിന് ഓപ്പറേഷൻ ചെയ്യാൻ പോയാൽ ഇടതുകാലിന് ഓപ്പറേഷൻ ചെയ്തു വരുന്ന ഒരു കാലഘട്ടം, വലത് കൈക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പോയാൽ ഇടത് കൈക്ക് ഓപ്പറേഷൻ ചെയ്തു വരുന്ന ഒരു കാലഘട്ടം, സൂചിയില്ലാത്ത, പഞ്ഞിയില്ലാത്ത, കത്രികയില്ലാത്ത ഹോസ്പിറ്റലുകളുള്ള ഒരു കാലഘട്ടം, ഹോസ്പിറ്റലുകളിൽ ഇടിഞ്ഞു വീണ് ആളുകൾ മരിക്കുന്ന ഒരു കാലഘട്ടം. ഈ സാഹചര്യത്തെക്കുറിച്ചാണ് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതിഭയാനകമായ വിധത്തിൽ വിലക്കയറ്റം കുതിച്ചുയരുന്ന ഒരു കാലഘട്ടം. ഇങ്ങനെ കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ 5.2 കോടി രൂപയുടെ മരുന്നില്ലാത്ത മരുന്ന് വിറ്റഴിക്കപ്പെട്ട ഒരു സംസ്ഥാനത്തിൻ്റെ ഗതികേടാണ് ഈ കേരളത്തിൽ എന്ന് പറയുന്നത്. അതുപോലെയുള്ള ഒരു സാഹചര്യം ചർച്ച ചെയ്യപ്പെടാതെ ഈ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പെണ്ണ് കേസ് ചർച്ച ചെയ്യപ്പെടുക, ഗർഭം കേസ് ചർച്ച ചെയ്യപ്പെടുക, ഇതൊരു ഒരു സ്ഥിരം ഫലവിയായി ഇടതുപക്ഷം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യമാണ് കേരളത്തിൽ കാണാൻ വേണ്ടിയിട്ടുള്ളത്. ഇതൊന്നും ചർച്ച ചെയ്യേണ്ടതില്ല എന്ന അഭിപ്രായം എനിക്കില്ല. ഞാൻ ചോദിക്കുന്നത്, ഇതേ അവസ്ഥയിൽ FIR ഇട്ടിരിക്കുന്ന കേരളത്തിലെ മറ്റൊരു MLA ആണല്ലോ മുകേഷ് MLA. ആ മുകേഷ് MLA നിയമസഭയ്ക്കുള്ളിൽ മാന്യനായി പ്രസംഗിക്കാൻ അനുവദിച്ചിട്ടുള്ള DYFIക്കാർക്ക് നട്ടലിൻ്റെ സ്ഥാനത്തൊരു വാഴനാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ മുകേഷിനോടും കൂടി രാജിവെക്കൂ എന്ന് പറയേണ്ട സാഹചര്യം DYFI കാണിക്കട്ടെ. അങ്ങനെ ഒരു സാഹചര്യം DYFIയോ അതല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ കാണിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രം ഒരു നിലപാട് സ്വീകരിക്കുക. ഞാൻ ചോദിക്കട്ടെ, കൊട്ടാരക്കര കോടതിയിൽ അവിടെ ഒരു കേസ്, ഒരു വക്കീൽ ഒരു കേസ് ഫയൽ ചെയ്തല്ലോ. എന്തായിരുന്നു ആ കേസ്? ആ കേസ് എന്ന് പറയുന്നത് ബഹുമാനായി അന്തരിച്ചുപോയ ഉമ്മൻചാണ്ടിക്കെതിരെ സരിത പറഞ്ഞു എന്ന് പറയുന്ന മൊഴികളാണ്. എന്തായിരുന്നു ആ കേസിനെ ആധാരമായ കാര്യം? സരിതയുടെ വക്കീലിന് വേണ്ടി, സരിത ജയിലിൽ കിടക്കുമ്പോൾ സരിതയുടെ വക്കീലിന് കൈമാറുന്നതിന് വേണ്ടി ഒരു ലെറ്റർ തയ്യാറാക്കി കൊടുത്തു. ആ ലെറ്റർ വിശ്വനാഥക്കുറുപ്പ് എന്ന് പറയുന്ന സൂപ്രണ്ട് മുഖാന്തരം ഒപ്പിട്ടാണ് കൊടുത്തത് എന്ന് വ്യക്തമായി. വിശ്വനാഥക്കുറുപ്പ് കോടതിയിലെത്തിയിട്ട് പറഞ്ഞത് എന്താണ്? 21 പേജുള്ള കുറിപ്പാണ് ഞാൻ സരിതയ്ക്ക് വേണ്ടി വക്കീലിന് കൈമാറിയതെന്നാണ്. പിന്നീട് എങ്ങനെയാണത് 25 പേജായി മാറിയത്? ആ 4 പേജ് അഡീഷണലായി നിങ്ങൾ എഴുതി ചേർത്ത 4 പേജിലാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയെക്കുറിച്ചും അതുപോലെ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങളെക്കുറിച്ചും എഴുതി നിങ്ങൾ ചേർത്തത്. അപ്പോൾ ഒരു രാജ്യം അംഗീകരിക്കുന്ന, പൊതുജനങ്ങൾ അംഗീകരിക്കുന്ന, സാധാരണക്കാരായ മനുഷ്യർ അംഗീകരിക്കുന്ന ഒരു ബഹുമാനായ വ്യക്തിയായ ഉമ്മൻചാണ്ടിയെ പോലും കൊടുക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തിയ ആളുകൾ നിങ്ങളുടെ മന്ത്രിസഭയിലുണ്ടല്ലോ. അത്തരം മന്ത്രിമാർക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഇത്തരം ഗൂഢാലോചനകൾ നടത്തിയിട്ടുള്ള ആളുകളെ നിങ്ങൾ പൂജിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് രാഹുലിനെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിലപാട് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയത്തിലും, രാഹുലിൻ്റെ വിഷയത്തിലും, സരിതയുടെ വിഷയത്തിലും ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ നടത്തിയതുപോലെ ഒരു ഗൂഢാലോചന ഈ രാഹുലിൻ്റെ വിഷയത്തിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് പൊതുജനം സംശയിക്കുന്നത്. തീർച്ചയായും ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ, നിഷ്പക്ഷമായി കൈകാര്യം ചെയ്യാൻ, നീതിയുക്തമായി കൈകാര്യം ചെയ്യാൻ യുവജന പ്രസ്ഥാനങ്ങൾക്ക് കഴിയേണ്ടതാണ്. പ്രത്യേകിച്ച് DYFI പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് കഴിയേണ്ടതാണ്. DYFI പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തിന് ആവശ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇതുപോലെ വൃത്തികെട്ട രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ മുൻപിൽ തീർത്തും ഇതുപോലെയുള്ള പെണ്ണ് കേസും ഗർഭക്കേസും ഇല്ലാതെ
ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾ ആർജവത്വം കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.